ഈ പ്രശ്നങ്ങൾ കൊണ്ട് ഇതിന്റെ നടപടികൾ പൂർത്തീകരിക്കാൻ അദ്ദേഹം ബുദ്ധിമുട്ടിയെന്ന് തീർച്ചയായിട്ടും അത് നമ്മളൊരാൾ കൂടെ അറിയുന്ന ഒരു ആൾ കൂടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വിഷയമേ ഉള്ളൂ. ഒരു ബൂത്തിലത്തെ ആൾക്കാരുള്ളൂ. അത് നമ്മൾ ഒരു പൊതുധാരയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആ സമയത്ത് ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടില്ല, ഞാനാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. അത് ഇവരുണ്ടാക്കിയെടുത്ത ഒരു വിഷയമാണ്. അത് ഇവർ പറഞ്ഞത് വിഷയം എന്ന് വെച്ചാൽ നമ്മൾ വീട് കയറി കഴിഞ്ഞാൽ നമ്മൾ ലഘുലേഖ വിതരണം ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് തടയും, ആക്രമിക്കും, കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് അവർ പറഞ്ഞതെന്നാണ് വോയിസ് എന്നോട് പറയുന്നത്. അപ്പോൾ ആളാരാണ്, ഏതാണ് വിഷയം എന്നുള്ളതൊക്കെ DCCയുടെ ഇതിൽ കൃത്യമായിട്ട് പറയും, പിന്നീട് പറയും. പിന്നെ ഇത്തരം ഭീഷണികൾ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും. ആ ഡേറ്റ് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, ഒരാഴ്ചയായി. ഞാൻ വേണമെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞുതരാം. അതെ, തീർച്ചയായിട്ടും. അതെ, എന്നെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഇല്ല, BLO ആണ് ഭീഷണിപ്പെടുത്തി. ഉണ്ട്. അത് ഞാൻ കൃത്യമായിട്ട് അല്ല, പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, ഉണ്ട്. നിങ്ങൾക്ക് പറയാലോ ആരാണെന്ന്. അല്ല, ആ പേര് അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ മണിക്കൂറുകൾക്കകം പറയും. നിങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കൾ DCC പ്രസിഡന്റിനെ കണ്ടാൽ അദ്ദേഹം ആ വോയിസ് ക്ലിപ്പ് നിങ്ങളുടെ മുമ്പാകെ കേൾപ്പിക്കും, ഈ ലോകത്തെ കേൾപ്പിക്കും. ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായ സമീപനങ്ങൾ രാജ്യത്തൊരിടത്ത് നടക്കാൻ പാടില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട്. നിയമപരമായ നടപടികളുമായി മുമ്പോട്ട് പോകേണ്ടതുണ്ട്. ഈ വിഷയത്തിനകത്ത് സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. ജനാധിപത്യത്തെ എത്രയോ കാലമായി ധൈര്യസമേതം നേരിടുന്ന ഒരാളാണ് വൈശാഖ് ഏറ്റുകൊടുക്കുക. തൻ്റെ കാലുകൊണ്ട് പോളിംഗ് ബൂത്തിൽ വോട്ടർ പട്ടികയിൽ മാർക്ക് ചെയ്യുന്ന ഈ സഹോദരനോട് ഇനി BLOയുടെ കൂടെ നടക്കാൻ പാടില്ല എന്ന് പറയുകയും ആ BLOവിനെ മേലിൽ ഇനി വൈശാഖിനെയും കൂട്ടി നിങ്ങൾ പോയാൽ അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾ നേരിടേണ്ടി വരും എന്ന് പറയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു BLOവിന് ഈ എന്യൂമറേഷൻ ഫോം വിതരണവും തിരിച്ചുവാങ്ങലുമായി ബന്ധപ്പെട്ട് ഈ പ്രക്രിയയിൽ നടത്താൻ സാധിക്കുന്ന മോശപ്പെട്ട കാര്യങ്ങൾ ഏതെങ്കിലും ഉണ്ടോ? നിങ്ങളൊന്ന് പരിശോധിക്കുക. ഒരു BLO സ്വാഭാവികമായും അവർക്ക് കിട്ടിയ എന്യൂമറേഷൻ ഫോറം വീട്ടിൽ വിതരണം ചെയ്യുന്നു. അത് തിരിച്ചു വാങ്ങിക്കാൻ പിന്നീട് ഒരു ദിവസം അദ്ദേഹം പോകേണ്ടി വരും, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ BLAമാരുടെ സഹായം തേടേണ്ടി വരും. അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്ഥലത്തില്ലാത്ത, നാട്ടിലില്ലാത്ത, മരണപ്പെട്ടു പോയ ആളുകളുടെ എല്ലാം വോട്ടുകൾ വീണ്ടും ഇവിടുത്തെ പട്ടികയിൽ വരണം എന്നുള്ള തീരുമാനത്തിൻ്റെ പുറത്താണ് മറ്റൊരാളും ഇത് കൈകാര്യം ചെയ്യാൻ പാടില്ല എന്ന തീരുമാനത്തിലേക്ക് ഇവരെത്തിപ്പോകുന്നത്. ഒരു കുറ്റമറ്റ വോട്ടർ പട്ടികയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവഴി ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ മുഴുവൻ കുറ്റമറ്റ രീതിയിലല്ല അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. മുഴുവൻ തരത്തിലും ആളുകളെ ഏതൊക്കെ തരത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ വന്നാലും വന്നില്ലെങ്കിലും വോട്ട് ചെയ്യുന്ന പ്രദേശത്ത് ആരെയും കൂട്ടിച്ചേർക്കാനുള്ള സമീപനം സ്വീകരിക്കാം എന്നുള്ള നിലയിലേക്ക് BLOവിനെ പോലും വഴിതെറ്റിക്കാനുള്ള ശ്രമമാണ് ഇതിൻ്റെ ഇടയിൽ നടക്കുന്നത്. അത് അനുവദിക്കാതിരുന്നതാണ് അദ്ദേഹത്തിന് വന്ന മാനസിക സംഘർഷമെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കുകയാണ്.